നമസ്കാരം. വോട്ടുകൊള്ളയിൽ ആരോപണം മൂർച്ഛപ്പെടുത്തിയായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം. ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് രാജ്യത്ത് ദശലക്ഷക്കണക്കിന് വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ വോട്ട് നഷ്ടപ്പെട്ടവരെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി രാഹുൽ ഇന്ന് വാദിച്ചത്. എല്ലാറ്റിനും കൂട്ടുനിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. രാഹുലിന്റെ ആക്ഷേപങ്ങളിൽ നേരത്തെ തെളിവുകൾ ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണയും ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞു. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്ന വോട്ടുകൊള്ള ആരോപണങ്ങളിൽ കള്ളം കയ്യോടെ പിടികൂടി എന്ന് അവകാശപ്പെടാറായോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കേരള മുൻ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ഇലക്ടറൽ ഓഫീസറായിരുന്ന ശ്രീ ടിക്കാറാം മീണ ഇന്ന് ഈ ചർച്ചയിൽ നമ്മുടെ പ്രത്യേക അതിഥിയാണ്. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ ശ്രീ PDT ആചാരി ഇന്ന് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉണ്ട്. കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് അതിഥികൾ. ശ്രീ PDT ആചാരി സർ, രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് സംസ്ഥാനങ്ങൾക്ക് പുറത്ത് അല്ലെങ്കിൽ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തെ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നാണ്. മുൻപ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ അദ്ദേഹം കർണാടകത്തിലെ അലന്ത് മണ്ഡലത്തിലെ കാര്യങ്ങൾ പറയുന്നു. അതായത് തങ്ങൾ അറിയാതെ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ചില ആളുകൾ ആവശ്യപ്പെട്ടിട്ട് പേരുകൾ നീക്കം ചെയ്യപ്പെടുന്നു. അവരെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഈ കാര്യം വാദിച്ചത്. അത് തുടക്കത്തിൽ ഇപ്പോൾ ഈ കർണാടകത്തിലെ കാര്യം മാത്രമാണെങ്കിൽ കർണാടകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറ്റിടങ്ങളിലും മഹാരാഷ്ട്രയിലടക്കം ഇത്തരത്തിൽ ദശലക്ഷക്കണക്കിന് വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു രാഹുൽ ഗാന്ധി പുറത്തേക്ക് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് കുറച്ച് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതായി പുറത്തു വരുന്ന ചില വിവരങ്ങളുണ്ട്. അതായത് ഔദ്യോഗികമായി കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില ഔദ്യോഗിക വിശദീകരണങ്ങൾ നൽകിയിരിക്കുകയാണ്. അലന്ത് മണ്ഡലത്തിലെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നു. 2023 ഫെബ്രുവരി 21 ഇതേ ആരോപണത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കൽബുർഗി പോലീസ് സൂപ്രണ്ടിന് 2023 സെപ്റ്റംബർ 6 മുഴുവൻ വിവരങ്ങളും കൈമാറി. അവസാനം നീക്കം ചെയ്തത് 24 വോട്ടുകൾ മാത്രമാണ് എന്ന് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ്. അതായത് 5994 അപേക്ഷകൾ കിട്ടിയിരുന്നു, പക്ഷേ 24 വോട്ടുകൾ മാത്രമേ നീക്കം ചെയ്തിട്ടുള്ളൂ എന്നാണ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഇതോടുകൂടി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ PDT ആചാരി? രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. അത് ഇലക്ഷൻ കമ്മീഷനാണ് അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ ക്ലാരിഫൈ ചെയ്തു എന്ന് പറഞ്ഞു, ഞാനത് കണ്ടില്ല, എനിക്കതിനെക്കുറിച്ചുള്ള അറിവില്ല. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഈ വോട്ടേഴ്സിന്റെ ലിസ്റ്റിൽ ഒരുപാട് അഡീഷൻസ് നടത്തി എന്നുള്ള കാര്യമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിരുന്നത്. വളരെ സീരിയസ് ആയ രീതിയിൽ അദ്ദേഹം ആ അലിഗേഷൻസ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഇലക്ഷൻ കമ്മീഷൻ അത് ഒരു വ്യക്തി പറഞ്ഞാൽ അത് സീരിയസ് ആയി എടുത്തില്ല. ഇലക്ഷൻ കമ്മീഷൻ ചില മറുപടികളൊക്കെ അതിന് കൊടുത്തു എന്നുള്ളത് ശരിയാണെങ്കിലും, പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളുടെ മനസ്സിൽ ഈ ഇലക്ടറൽ ലിസ്റ്റിന്റെ പ്രിപ്പറേഷനെ കുറിച്ച് ധാരാളം സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി ഒരു സാധാരണ വോട്ടർ അല്ല, അദ്ദേഹം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ അങ്ങനെ വളരെ ഉത്തരവാദിത്വപരമായ ഒരു പൊസിഷൻ വഹിക്കുന്ന ഒരാള് ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു സീരിയസ്നെസ്സോടുകൂടി അതിനെക്കുറിച്ച് റിയാക്ഷൻ നടത്തുകയും അല്ലെങ്കിൽ അന്വേഷണം നടത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷമാണ് ഇപ്പോഴ് ഈ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പൊ അദ്ദേഹം വളരെ അധികം തെളിവുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ഇപ്പം അതിന്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നോ അത് മുഴുവൻ ശരിയാണോ, ഭാഗികമായി ശരിയാണോ ഒന്നും നമുക്ക് പറയാൻ സാധ്യമല്ല ഈ ഒരു സമയത്ത്. മുനയൊടിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് അത് പറയാറായിട്ടില്ല. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ചില
വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ വിശദീകരണങ്ങൾ പരിശോധിച്ച് രാഹുൽ ഗാന്ധി തന്നെ റിയാക്ട് ചെയ്യട്ടെ എന്താണ് സംഗതി എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലാണല്ലോ വിവരങ്ങളെല്ലാം ഉള്ളത്. പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് വാസ്തവത്തില് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ചുമതലയാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് സുതാര്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ട എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ഇവിടെ നിലവിലുണ്ട്. അതനുസരിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോഴ് ഈ വരുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ആശങ്കകളും സംശയങ്ങളും ഉണ്ട്. കാരണം ഭരണഘടനയുടെ 324 വകുപ്പ് അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുക, ഇലക്ഷൻസ് നടത്തുക, ഈ രണ്ട് പ്രധാനപ്പെട്ട ചുമതലകളാണ്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് നടത്തുമ്പോൾ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അത് വളരെ ഫെയർ ആയ രീതിയിൽ, ട്രാൻസ്പെയറന്റ് ആയ രീതിയിൽ ചെയ്യണം എന്നുള്ള അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെന്റ് ആണ്. പിന്നെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആരോപണങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഇലക്ഷൻ കമ്മീഷന് ചെയ്യാൻ പറ്റുന്നത്? എന്റെ അഭിപ്രായത്തില് ആർട്ടിക്കിൾ 324 എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന് ധാരാളം അധികാരങ്ങൾ കൊടുക്കുന്ന ഒരു ഭരണഘടനാ വകുപ്പാണ്. പക്ഷെ ആ അധികാരങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ അധികാരങ്ങൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ അതിന്റെ ഒരു ബാധ്യതയും ഇലക്ഷൻ കമ്മീഷനിൽ ഉണ്ട്. അത് ജനങ്ങളോട് പറയാനുള്ള ഒരു ബാധ്യത ഇലക്ഷൻ കമ്മീഷനിലുണ്ട്. അല്ലെങ്കിൽ അതെങ്ങനെ നടപ്പിലാക്കുന്നു, ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, സുതാര്യമായിട്ടാണോ, അതിലെന്തെങ്കിലും മാനിപ്പുലേഷനുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും, അതും ഇതുപോലെ ഒരു പ്രധാന പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സീരിയസ് ആയി ഒരു എൻക്വയറി നടത്തേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ മാതിരിയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആശങ്കകൾ ദൂരീകരിക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അന്വേഷണം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് തന്നെ വളരെ സുതാര്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന്റെ ആചാര്യ സർ, ഇതിനകത്ത് രാഹുൽ ഗാന്ധി ഇന്ന് ഇതുപോലെ വോട്ട് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ആരുടെ പേരിലാണോ വോട്ട് നഷ്ടപ്പെട്ടത്, അവരെ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നാണ് അദ്ദേഹം ഇന്ന് ഈ ആരോപണങ്ങൾക്ക് ഉന്നയിച്ചത്. അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ മുഴുവൻ ആരോപണവും വിരൽ ചൂണ്ടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തിലെ സുതാര്യത സംബന്ധിച്ച സംശയങ്ങളിലേക്കായിരുന്നല്ലോ. കാരണം അദ്ദേഹം പറഞ്ഞത് ദർ ഈസ് അൺഡിനയബിൾ പ്രൂഫ് ദാറ്റ് CEC ഗ്യാനേഷ് കുമാർ ഈസ് പ്രൊട്ടക്ടിങ് വോട്ട് ചോഴ്സ്. വോട്ടുകൊള്ള നടത്തുന്നവരെ സംരക്ഷിക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ എന്നാണ്. അതായത് ഈ രാജ്യത്ത് സത്യസന്ധവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടുന്ന, സ്വതന്ത്രമായി നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് അന്നും ഇന്നും രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹം ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ ഒരു വ്യക്തത വരികയാണ്. കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില വിവരങ്ങൾ പുറത്തുവിടുന്നതോടുകൂടി ഇപ്പോൾ താങ്കൾ പറയുന്നു അതുകൊണ്ട് മാത്രം രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും സുതാര്യമായി പരിശോധിച്ച് അതിലെ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്ന് തന്നെയാണോ? കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്, രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കുന്നതല്ല, മുൻപ് പറഞ്ഞത് തെളിവുകൾ ആവശ്യപ്പെട്ടു, സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ടു. ഇതൊക്കെ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിൽ നിർത്തുന്നുണ്ടോ അങ്ങയുടെ അഭിപ്രായത്തിൽ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ ഞാൻ അത് വിശദീകരിക്കാം. അതായത് ആർട്ടിക്കിൾ 324 അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ബാധ്യതയാണ് അങ്ങനെ ഉള്ള സംഗതികളിൽ ഒരു അന്വേഷണം നടത്തുക, സുതാര്യമായ രീതിയിൽ അന്വേഷണം നടത്തുക, അതിന്റെ വസ്തുതകൾ കണ്ടുപിടിക്കുക. ഇനിയിപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെങ്കിൽ അദ്ദേഹം അതിന് ശിക്ഷ അനുഭവിക്കട്ടെ, അതിന് ഒരു സംശയമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ ഈ സിസ്റ്റത്തിന്റെ ഒരു വലിയ വൈകല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മുടെ ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷന് വലിയ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതുപോലെ തന്നെ ഒരു ദൗത്യമാണ് ഇലക്ഷൻ കമ്മീഷന് ഭരണഘടന നൽകിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ യാതൊരു വിധമായ സംശയവും ആശങ്കകളും ഉണ്ടാവാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ മാതിരിയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീ PDT ആചാരി, ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം, ഒരാളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു വോട്ടറെ നീക്കം ചെയ്യാൻ മറ്റൊരാൾ അപേക്ഷ നൽകുന്നു.
ആ അപേക്ഷകൾ ഒന്നൊന്നായി വരുന്നത് അല്ലെങ്കിൽ കൂട്ടമായി വരുന്നത് പുറത്തു നിന്ന് ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലൂടെയാണ്. അതായത് ഒരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയറിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത്. ഇത് വളരെ ആസൂത്രിതമായി നടപ്പാക്കപ്പെടുന്നു. അതിനൊരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം അലൻ മണ്ഡലത്തെ എടുത്തു കാണിച്ചത്. ഇതുപോലെ രാജ്യത്ത് തന്നെ ദശലക്ഷക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുകയും വ്യാജ വോട്ടർമാർ കടന്നുകൂടുകയും ചെയ്തിട്ടുണ്ട്. ഇതാണല്ലോ അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൻ്റെ അന്തസത്ത, ആകത്തുക എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാങ്കേതികമായി തന്നെ ഈ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഫോം 7 എന്ന ആളുകളെ അതിൽ നിന്ന് മാറ്റാൻ ആവശ്യപ്പെടുന്നത് ഒന്നെങ്കിൽ ഈ വോട്ടർ മരിക്കുകയോ അല്ലെങ്കിൽ താമസ സ്ഥലം മാറുകയോ അല്ലെങ്കിൽ ഇയാളുടെ അയോഗ്യത സംബന്ധിച്ച് സംശയങ്ങൾ ഉയരുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോഴും വോട്ടറെ കേട്ടുകൊണ്ട് മാത്രമേ, വോട്ടർക്ക് പറയാനുള്ള കാര്യം ഒരു ഹിയറിംഗിന് ശേഷം മാത്രമേ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകൂ എന്നതാണ്. പ്രഥമ ദൃഷ്ട്യാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങളിൽ യുക്തിയുണ്ട് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അതല്ല ഈ കാര്യങ്ങളിൽ മറ്റൊരു തരത്തിലുള്ള ഒരു സമാന്തരമായ ഒരു അന്വേഷണം നടത്തി വേണമായിരുന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളെ തള്ളാൻ? അല്ല, ഇത് ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, ഈ റൂൾ 20 വെച്ചിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന ഒരു നടപടിക്രമം അതനുസരിച്ചാണ് ഈ ഫോം 7 ഒബ്ജെക്ഷൻസ് ഒക്കെ റേസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിന് ഹിയറിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനുള്ള ആവശ്യമായ ചട്ടങ്ങളെല്ലാം ഉണ്ട്. അതിലെല്ലാം വളരെ വ്യക്തതയുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പോഴ് അത് പക്ഷെ ആ ഒരു റൂള് അപ്ലൈ ചെയ്യുന്നത് ഡ്രാഫ്റ്റ് ഇലക്ടറൽ ലിസ്റ്റ് പുറപ്പെടുവിച്ചതിന് ശേഷം ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ആ പ്രോസസ്സ് ഇലക്ടറൽ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷമാണല്ലോ ഇലക്ഷൻ നടക്കുന്നത്. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് 2 വർഷത്തിന് ശേഷമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഈ ഒരു ആരോപണം സീരിയസ് ആയ, ഓഫ് കോഴ്സ് അതിനെക്കുറിച്ച് സംശയമൊന്നും വേണ്ട, ഇറ്റ്സ് എ വെരി സീരിയസ് അലിഗേഷൻ, അത് ഉന്നയിക്കുന്നത് ഇപ്പോഴാണ്. അപ്പൊ അന്നേരം ഈ പറഞ്ഞ റൂൾ വാസം പറഞ്ഞാൽ അവിടെ അപ്ലൈ ചെയ്യുന്നേ ഇല്ല, അതിനൊരു സാങ്കത്യം ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ ഈ ഒരു അവസരത്തിൽ അങ്ങനെ ഒരു ആരോപണം വന്നാൽ എന്താണ് ചെയ്യുക? അപ്പൊ അവിടെയാണ് എന്റെ അഭിപ്രായത്തിൽ, എന്റെ പേഴ്സണലായിട്ട് അഭിപ്രായമാണത്, ആർട്ടിക്കിൾ 324 അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന് അങ്ങനെ ഒരു ബാധ്യത കൂടെ ഉണ്ട്. കാരണം എല്ലാം സുതാര്യമായി ചെയ്തിരിക്കണം എന്ന് ഉള്ള ഒരു ബാധ്യതയുണ്ടല്ലോ. അതിനുവേണ്ട ആവശ്യമായ പവർ എല്ലാം ഇലക്ഷൻ കമ്മീഷന് 324 വകുപ്പ് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ബാധ്യത നിറവേറ്റുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും, അതും പ്രത്യേകിച്ചും ഈ ഒരു ടെക്നോളജിക്കലായ വളരെ അഡ്വാൻസ്ഡ് ആയ ചില മെത്തേഡ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ, മാനിപ്പുലേഷൻസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒരു ബാധ്യത ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. ശരി, PDT ആചാര്യ സാർ നമ്മളോടൊപ്പം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്ന ശ്രീ ടിക്കാറാം മീണ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് താങ്കൾ പറഞ്ഞത് ഈ സാങ്കേതികമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇതിനെ വസ്തുതാപരമായും സാങ്കേതികമായും നിയമപരമായും പരിശോധിക്കപ്പെടേണ്ടതുള്ളൂ. ഒരു രാഷ്ട്രീയ ആരോപണം എന്നതിനൊപ്പം തന്നെ ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കണം എന്നുള്ളത് കൊണ്ടാണ് ശ്രീ ടിക്കാറാം മീണയെ ഇന്ന് നമ്മൾ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത്. ശ്രീ ടിക്കാറാം മീണ സാർ, സ്വാഗതം താങ്കൾക്ക് ഈ ചർച്ചയിലേക്ക്. ശ്രീ ടിക്കാറാം മീണ, ഇത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ, അങ്ങനെ ഒരു കൃത്രിമത്വം ഇതിനകത്ത് നടത്താൻ കഴിയും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇങ്ങനെ ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകൾ അവരറിയാതെ നീക്കം ചെയ്യപ്പെടുക, വ്യാജ വോട്ടർമാരെ ഉൾപ്പെടുത്തുക, അങ്ങനെ ഒരു ഇടപെടൽ ഈ വോട്ടർ പട്ടികയിൽ നടത്താൻ സാധിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? Sir, I think there is some problem with the internet connection. Can you please check your connection, sir, please? Can you please unmute, sir? I think it's on mute. Yeah. Can you hear me? Can you? Yeah. Now I can hear you. Yeah, now I can hear you. But some problem with the internet, I think. ശരി, ശ്രീ ടിക്കാറാം മീണ, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, അദ്ദേഹത്തിലേക്ക് നമുക്ക് വരാം. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന വ്യക്തിയാണ് ടിക്കാറാം മീണ. നിങ്ങൾ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എന്ത് അഭിപ്രായമാണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ ഈ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതികൾ
വരികയും അതിൽ 24 പേരുടെ വോട്ടർമാരെ മാത്രമേ നീക്കം ചെയ്തിട്ടുള്ളൂ എന്ന ഒരു ക്ലാരിഫിക്കേഷൻ നൽകി എന്നതുകൊണ്ട് മാത്രം വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ മഹാദേവാപുര കേസിന് സമാനമായി തന്നെ മഹാരാഷ്ട്രയിലെ രാജുര നിയമസഭാ മണ്ഡലത്തിലും ഈ വോട്ട് കൊള്ള സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അവിടെ കോൺഗ്രസ് ഇതേ വോട്ടർ തട്ടിപ്പ് നടന്നു എന്ന ആരോപണം ഉന്നയിക്കുകയും വ്യാജ ഓൺലൈൻ വോട്ടർ രജിസ്ട്രേഷനെതിരെ FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം 11 മാസമായിട്ടും ഈ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കുകയോ ഇതിലൊരു അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന ഒരു പരാതിയും കോൺഗ്രസിനുണ്ട്. അപ്പോൾ ഇത് കർണാടകത്തിലെയോ മഹാരാഷ്ട്രയിലെയോ മാത്രമല്ല, പലയിടങ്ങളിലും ഇതേ സ്വഭാവത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണല്ലോ ആരോപണം. അപ്പോൾ ഈ ഒരൊറ്റ വിശദീകരണം കൊണ്ട് ഈ ആരോപണങ്ങളൊക്കെ ഇല്ലാതാകുമോ? ശ്രീ ഗോപികൃഷ്ണൻ, നമ്മൾ ഇംഗ്ലീഷിൽ ദ പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഇസ് ഇൻ ദ ഈറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഈ ആരോപണം അവിടെ ഉണ്ടെങ്കിൽ ആരോപണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയണം. ഇനി അതല്ല എങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നും അതിന് മറ്റൊരു സത്യമായിട്ടുള്ള വശമുണ്ട് എന്നുമാണെങ്കിൽ അത് നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഒന്ന്, വോട്ട് ചോരി വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആദ്യം മുതൽ തന്നെ ഉള്ളതാണ്. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹാൻഡ് ഇൻ ഗ്ലൗ ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അവർ ഇന്ത്യയിലുള്ള നിയമസഭയിലേക്കാണെങ്കിലും ലോക്സഭയിലേക്കാണെങ്കിലുമുള്ള തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നു. അങ്ങനെ ജനാധിപത്യം സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ വ്യക്തിപരമായി തന്നെ അദ്ദേഹം ആക്ഷേപങ്ങൾ ആദ്യം മുതൽ തന്നെ ഉന്നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ നോക്കിയാൽ, ഒന്ന്, കർണാടകയിലെ ആലന്ദ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഏതാണ്ട് 6018 ആൾക്കാരുടെ വോട്ട് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ടായി എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ പരിശോധിക്കേണ്ടത് സത്യത്തിൽ അത്രയും പേരുടെ നമ്പർ ഓഫ് വോട്ട്സ് അവിടെ നിന്ന് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. പിന്നെ എന്താണ്, 24 പേരെയാണ് അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. ആ 24 പേരുടേത് ട്രാൻസ്ഫർ റിക്വസ്റ്റുകളാണ്. അവർ ആ മണ്ഡലത്തിലല്ല മറ്റു മണ്ഡലങ്ങളിലേക്ക് പോയി. അതുകൊണ്ട് അവരുടെ ട്രാൻസ്ഫർ റിക്വസ്റ്റുകൾ ഫോം 7 അനുസരിച്ച് അപ്രൂവ് ചെയ്തു. ബാക്കിയുണ്ടായിരുന്ന 5994 റിക്വസ്റ്റുകൾ പരിഗണിക്കുന്നില്ല, അഥവാ പ്രോസസ്സ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ അത്രയും ആൾക്കാരുടെ വോട്ട് ഇപ്പോഴും ആലന്ദ് മണ്ഡലത്തിൽ തന്നെയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടേതുള്ള ഉൾപ്പെടെയുള്ള വോട്ടുകൾ അതേ മണ്ഡലത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നു ഈ 5994 വോട്ടുകളും അവിടെ തന്നെയുണ്ട്, നീക്കം ചെയ്തിട്ടില്ല. 2, അദ്ദേഹം പറഞ്ഞിരുന്ന ആരോപണം ഇത് ഓൺലൈനായിട്ട് ഏതോ ഒരു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുവെന്നും അതിനു വേണ്ടിയിട്ട് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചു എന്നുള്ളതുമാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റം നടത്താനായിട്ട് സാധ്യമല്ല. ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഈ ഫോം 7 കൊടുക്കാൻ പറ്റും, ഓഫ്ലൈനായിട്ട് നേരിട്ട് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. പക്ഷേ ഫോം 7 കൊടുക്കുക ഓൺലൈനായിട്ടാണെങ്കിലും അതിപ്പോൾ നമുക്കറിയാം നാഷണൽ വോട്ടർ സർവീസസ് പോർട്ടലുണ്ട്, ഗരുഡ ആപ്പുണ്ട്. ഇതിൽ ഏത് ആപ്പ് വഴിയിട്ടാണെങ്കിലും ഒരു റിക്വസ്റ്റ് ഓൺലൈനായിട്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വോട്ടറിൻ്റെ പേര് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുകയല്ല. കാരണം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അത് കൊടുക്കുക, എനിക്ക് സംശയം തോന്നുന്ന, ആ മണ്ഡലത്തിൽ ഇല്ല എന്ന് തോന്നുന്ന, മരിച്ചു എന്ന് തോന്നുന്ന, അയോഗ്യതയുണ്ട് എന്ന് കരുതുന്ന ആൾക്കാർക്കെതിരെ എനിക്ക് ഒരു വാലിഡ് വോട്ടറാണെങ്കിൽ എനിക്ക് ഫോം 7 കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഫോം 7 കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൾട്ടി ലെയേർഡ് പ്രോസസ്സാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. വളരെ വെൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർക്ക് നോട്ടീസ് അയക്കേണ്ടതുണ്ട്. 2, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെ ഹിയറിങ്ങിന് വിളിക്കേണ്ടതുണ്ട്. 3, അവിടുത്തെ ബൂത്ത് ലെവൽ ഓഫീസർ വ്യക്തിപരമായിട്ട് നേരിട്ട് അവരെ ചെന്ന് പരിശോധിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം ഈ ഡോക്യുമെൻറ്റേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവരെ നീക്കേണ്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ഒരു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇത് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് 1. 2, BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഞാൻ ഒരു കാര്യം ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ഈ 1-2 കേസുകൾ പ്രസന്റ് ചെയ്തുകൊണ്ടാണല്ലോ ശ്രീജിത്ത് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ വോട്ട് നീക്കം അല്ലെങ്കിൽ വോട്ടർമാരെ നീക്കുന്ന സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോൾ അതിനകത്തൊരു ബൂത്ത് ലെവൽ ഓഫീസറുടെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ അമ്മാവൻ്റെ വോട്ട് നീക്കം ചെയ്യപ്പെട്ട വിവരം അവരറിയുന്നു. അത് ചോദിക്കുമ്പോൾ അയൽക്കാർ നൽകിയിട്ടുള്ള ഫോം 7 അനുസരിച്ചിട്ടാണ് ഈ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അയൽക്കാരോട് ഈ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു ഫോം 7 അവർ കൊടുത്തിട്ടില്ല എന്ന് പിന്നീട് അവർ അറിയുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നവരോ നീക്കപ്പെടുന്നവരോ ഒന്നും തന്നെ ഈ കാര്യങ്ങൾ അറിയുന്നില്ല. ഇത്
ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ പുറത്തു നിന്ന് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇതാണല്ലോ അദ്ദേഹത്തിൻ്റെ ആരോപണം. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇതാണ് ഇവിടെ സംഭവിച്ചതെങ്കിൽ, കർണാടകത്തിലെ അലന്ദ് മണ്ഡലത്തിൽ സംഭവിച്ചതെങ്കിൽ, മഹാരാഷ്ട്രയിലെ രജൂര മണ്ഡലത്തിൽ ഏതാണ്ട് 6000-ലധികം വോട്ടർമാരെ വ്യാജ ലോഗിനിലൂടെ അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നതാണ്. ഒരു ഭാഗത്ത് ഒഴിവാക്കുന്നു വോട്ടർമാരെ, മറുഭാഗത്ത് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഇത് രണ്ടും രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും നടന്നുവെന്നാണ്. ഇത് ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ, അത് ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും രാഹുൽ ഗാന്ധിക്കാണോ? രണ്ടുപേർക്കും ഉണ്ട്. കാരണം ഇലക്ട്രൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ നടക്കേണ്ടുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല രാഹുൽ ഗാന്ധി. അദ്ദേഹം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, ഔദ്യോഗികമായി ആ സ്റ്റാറ്റസ് ഉള്ളയാളാണ്. അപ്പോൾ ജനങ്ങളുടെ താല്പര്യം കൂടി അദ്ദേഹം പ്രതിനിധീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എവിഡൻസ് പുറത്തുവിടുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കേണ്ടതുണ്ട്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരിക്കുന്ന താങ്കൾ ആദ്യം സൂചിപ്പിച്ചിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഭാഗത്തു നിന്ന് വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധി അവർ സീരിയസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ മറുപടി പറയുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടോ പ്രാഥമികമായിട്ട് എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്താണ്? ഇപ്പോൾ ആലന്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, ഇങ്ങനെ ആൾക്കാരെ നീക്കം ചെയ്യുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൾട്ടി ലെയേർഡ് പ്രോസസ്സ് ഉള്ളതുകൊണ്ട് തന്നെ, സ്ക്രീനിങ് ശക്തമായതുകൊണ്ട് തന്നെ അങ്ങനെ മാറ്റാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ആൾക്കാരെല്ലാവരും തന്നെ പിന്നെ അവരുടെ അതാത് വോട്ടേഴ്സ് ലിസ്റ്റുകളിൽ ഉണ്ട് എന്നതിൻ്റെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വരുന്നുണ്ട്. അതായത് നിലവിലും അവരവിടുത്തെ വോട്ടർമാരാണ് എന്നുള്ളത് വരുന്നുണ്ട്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കേസ് കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ താങ്കളൊരു സംഭവം പറഞ്ഞു, രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന സംഭവം എങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ മറ്റു ചില പത്രവാർത്തകളുണ്ട്. അതായത് ഒരു ബൂത്ത് ലെവൽ ഓഫീസറിന് പരിഗണനയ്ക്കായി കിട്ടിയത് അയാളുടെ തന്നെ ഒരു ലേഡിയാണ്, അവരുടെ തന്നെ സഹോദരൻ്റെ വോട്ടാണ്. അത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരപേക്ഷ വരുന്നു. അങ്ങനെയൊന്നും ഇല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ട് അവരത് അന്വേഷിക്കുന്നു. അവസാനം അവർ അത് തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിക്കുന്നു. അവസാനം അവിടെയുള്ള മമതാ ദേവി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസറാണ് പോലീസിൻ്റെ അടുത്ത് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പരാതിയുടെ പുറത്ത് ബാക്കി വന്നിരിക്കുന്ന പരാതികളെല്ലാം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ 6018 എണ്ണം ഉണ്ട് എന്നും 24 എണ്ണം മാത്രമാണ് അതിൽ വാലിഡ് എന്നും കണ്ടെത്തിയിട്ട് FIR രജിസ്റ്റർ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് ഓഫീസറാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഹാൻഡ് ഇൻ ഗ്ലൗ ആണ് വിത്ത് BJP എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് ചെയ്തിരിക്കുന്നത്. BJPക്കെതിരെ രാഷ്ട്രീയ വിമർശനം അദ്ദേഹത്തിന് ഉന്നയിക്കാം, ശരിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് FIR സമർപ്പിച്ചിരിക്കുന്നത്. അടുത്ത രാഹുൽ ഗാന്ധിയുടെ ആരോപണം, അതാണ് ഏറ്റവും ഗുരുതരമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഒരു എൻക്വയറി ഉണ്ടാകുമ്പോൾ ആ എൻക്വയറിയുടെ ഭാഗമായിട്ട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൻ്റെ വിവരങ്ങളൊന്നും തന്നെ കൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. പാർഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതെന്ത് ആധികാരികതയാണ് അതിലുള്ളത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം ഇന്ന് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ് നോട്ടിൽ അവർ പറയുന്നത് ഈ പരാതി ഉണ്ടായ സമയത്ത് തന്നെ പോലീസിന് കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ്. എന്ത്? 1 ഫോം 7 റേസ് ചെയ്തിരിക്കുന്ന ആളിൻ്റെ വിവരങ്ങൾ, 2 അതിൻ്റെ ഫോം റെഫറൻസ് നമ്പർ, 3 അയാളുടെ പേര്, 4 അയാളുടെ വോട്ടർ ID കാർഡ് നമ്പർ, അടുത്തത് അയാളുടെ മൊബൈൽ നമ്പർ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ചത്, അടുത്തത് അയാളുടെ ഈ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ ആണെങ്കിൽ അത്, അടുത്തത് ഏത് സോഫ്റ്റ്വെയർ വഴിയാണ് ഇയാളിത് അപേക്ഷിച്ചിരിക്കുന്നത്, അടുത്തത് അയാളുടെ IP അഡ്രസ്സ്, അടുത്തത് അയാളുടെ സ്ഥലം, അടുത്തത് അയാൾ ഫോം സബ്മിറ്റ് ചെയ്തിരിക്കുന്ന തീയതി, സമയം, അടുത്തത് അയാൾ ഒരു യൂസറായിട്ട് ഈ സിസ്റ്റത്തിൽ എപ്പോഴാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് ആ സമയത്ത് തന്നെ, അതായത് 6/9/2023 ഈ FIR രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായിട്ട് പറയുന്നത് നമ്മുടെ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തിൽ അവരെ അവിശ്വസിക്കേണ്ടതുണ്ടോ? കാരണം ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കർണാടക പോലീസാണ് പറയേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ദി ഈറ്റിംഗ് എന്നാണ് നമ്മൾ കരുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന നിലവിലത്തെ ആരോപണങ്ങൾക്ക് മെറിറ്റ് ഇല്ല എന്ന് സംശയമില്ലാതെ തന്നെ പറയാം. അതല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട്, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലാരിഫൈ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, 2 പാർട്ടിയും ഇതിനകത്തിൽ അവരുടെ ഭാഗം പറയേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നും പോലീസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുമാണ്. എങ്കിൽ അതുണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കേണ്ടതിൻ്റെ ബാധ്യതയും ഉത്തരവാദിത്വവും പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിക്കാണ്. അദ്ദേഹം അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അത് അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടത് എന്നാണ് ശ്രീ ഗോപി ഞാൻ കരുതുന്നത്. ശരി, ഡോക്ടർ ജിൻഡോ,
വോട്ട് കൊള്ളയ്ക്കുള്ള 101% തെളിവ് എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ഇന്ന് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യപ്പെട്ട തങ്ങളറിയാതെ നീക്കം ചെയ്യപ്പെട്ടു എന്ന് പരാതിയായി ഉന്നയിക്കപ്പെടുന്ന ആളുകളെ കൂടി ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് അദ്ദേഹം വാദിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അതേ കേസിൽ, അതായത് അലന്ത് മണ്ഡലത്തിലെ ഈ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ CID ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോഴും അതൊന്നും കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാൻ തയ്യാറായില്ല. അത് ഉടൻ കൈമാറണം എന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പിന്നെ മഹാരാഷ്ട്രയിലെ രജുര മണ്ഡലത്തിലെ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. കർണാടകത്തിലെ അലന്ത് മണ്ഡലവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ എന്ത് നടപടികളാണ് എടുത്തത് എന്ന് വിശദീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു റിലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്ത് നേരത്തെ ശ്രീ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കപ്പെട്ടത്. ഈ പറയുന്ന 5994 അപേക്ഷകളിൽ അതിൽ 24 വോട്ടർമാരുടെ പേരുകൾ മാത്രമേ നീക്കം ചെയ്തിട്ടുള്ളൂ. അതും മതിയായ പരിശോധനകൾക്ക് ശേഷം. അതിന് മുൻപുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനപ്പുറം എങ്ങനെയാണ് ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തേണ്ടത്? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ 101% തെളിവ് എന്നത് നിലനിൽക്കുന്നുണ്ടോ? അല്ല ഗോപി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ ആണ് ശരിയെങ്കിൽ അടിയന്തരമായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ രാജ്യത്തെ ഒരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ, വിശ്വാസ്യത നശിപ്പിക്കുന്ന രീതിയിൽ പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ കേസെടുത്ത് അന്വേഷിക്കണം. അതാണല്ലോ ചെയ്യേണ്ടത്. ഇത് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്, രാഷ്ട്രീയ നേതാവാണ്. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഒരു രാഷ്ട്രീയ നേതാവിനോട് അതേ രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടല്ല ഇതിനെ മറുപടി പറയേണ്ടത്. ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ലല്ലോ ഈ സംശയമുള്ളത്. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കാത്ത ആളായിട്ടുള്ള ഈ BJPയുടെ അനുരാഗ് താക്കൂറിനും സമാനമായ ആശയം ഉണ്ടായിരുന്നല്ലോ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അന്വേഷണം നടക്കണ്ടേ? ഇപ്പോൾ കോൺഗ്രസ്സിന് മാത്രമല്ല ഈ പ്രശ്നമുള്ളത്, ഈ അഭിപ്രായ വ്യത്യാസമുള്ളത്, ഈ സംശയങ്ങളുള്ളത്. ഇപ്പോൾ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടാനായിട്ട് അന്വേഷണങ്ങളാണ് നടക്കേണ്ടത്. അതിനപ്പുറത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി കർണാടകയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റ മിനിറ്റ്, താങ്കൾ പറഞ്ഞ അത്രയും ഭാഗം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അദ്ദേഹം സംശയമായിട്ടോ ആരോപണമായിട്ടോ ഉന്നയിക്കുകയല്ല. അദ്ദേഹം പറഞ്ഞത് there is undeniable proof that CEC ഗണേഷ് കുമാർ is protecting vote choice എന്നാണ്. ഈ വോട്ട് കൊള്ള നടത്തുന്നവരെ സംരക്ഷിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെന്നുള്ളതിന് ഈ ഏറ്റവും ശക്തമായ തെളിവുകളുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത്. അല്ല, അതിൻ്റെ കാരണം എന്താണ് ഗോപി? അതിൻ്റെ കാരണം ഡിജിറ്റൽ ഇന്ത്യയുടെ പേരിൽ അഭിമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ട്, അല്ലേ? ഇത് ഡിജിറ്റൽ ഇന്ത്യയാണെന്ന് പറയുകയാണ്, ഇവിടെ എല്ലാം ഡിജിറ്റലൈസ് ചെയ്തെന്ന് പറയുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വോട്ടർ പട്ടികയുടെ സോഫ്റ്റ് കോപ്പി തരാൻ പറയുമ്പോൾ അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്നു. അതെന്ത് ന്യായമാണ്? ഈ രാജ്യത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് എക്സസൈസ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ രേഖകളിൽ കൃത്രിമം നടക്കുന്നു, വോട്ട് ചോരി നടക്കുന്നു, കൊള്ളയിലൂടെയാണ് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ ജനാധിപത്യ സംവിധാനങ്ങളെ കൊള്ളയടിച്ചാൽ ഭരിക്കുന്നെന്നുള്ള വലിയ ആക്ഷേപം മുഖ്യ പ്രതിപക്ഷ കക്ഷിയും പ്രതിപക്ഷ നേതാവും പറയുമ്പോൾ, രാജ്യത്തെ ജനങ്ങൾ വല്ലാത്ത ആശങ്കയിൽ നിൽക്കുമ്പോൾ, BJPയുടെ നേതാക്കന്മാർക്ക് പോലും സമാന ആശയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സംശയങ്ങളും ഉള്ള കാലത്ത് എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ രേഖകൾ തരാത്തത്? മനുഷ്യന് വായിച്ച് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള രീതിയിൽ പ്രിന്റഡ് കോപ്പി കൊടുക്കുകയും അതിനെ തുടർന്ന് ആ കോപ്പികളിൽ മേൽ പഠനം നടത്തി പറയുന്നു ഇത് ഞങ്ങൾ കൊടുത്തല്ല എന്ന് പറഞ്ഞ് കള്ളം പറയുന്നു. ഇവിടെ എവിഡൻസ് ആണല്ലോ ചോദിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീജിത്ത് പണിക്കരും പറഞ്ഞു എവിഡൻസ്. ഇതെന്താ പ്രശ്നമെന്നറിയോ? ഈ എവിഡൻസ് ആരുടെ കയ്യിലായിരിക്കുന്നത്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഷ്ട്രീയ നേതാവല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഷ്ട്രീയ നേതാവാണെങ്കിൽ അയാളാണ് ഈ രാജ്യത്തെ വോട്ട് കൊള്ളയെ സംരക്ഷിക്കുന്നയാൾ. അത് ഗണേഷ് കുമാറാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിൽ നിന്ന് മാറി അദ്ദേഹം ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് കൊടുക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട രേഖകളല്ലേ? ഇനി രാഹുൽ ഗാന്ധി പറയുന്നത് കള്ളമാണെങ്കിൽ പൊതുജനങ്ങൾ പരിശോധിക്കട്ടെ എന്നേ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വോട്ടർ പട്ടികയെ വോട്ട് ഡിലീഷനും അഡീഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പുറത്തുവിടട്ടെ. ആരെയാണ് ഭയക്കുന്നത്? ഇവിടെ ഭയക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭയക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്നവർ മോഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തിന്റെ ബലത്തിലാണ് കസേരയിൽ അമർന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അവിടെയാ പ്രശ്നം. ഇവിടെ രാഹുൽ ഗാന്ധിയോട് എവിഡൻസ് കൊടുക്കാൻ പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഇവർ ഒരുപാട് കാലം ആക്ഷേപിച്ച ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ്, അയാൾക്ക് ഒരു പ്രിവിലേജും ഇല്ലാതെ ആക്ഷേപിക്കപ്പെടുന്ന ഒരാളല്ലേ? ഇന്നും തെരുവിൽ സമരം ചെയ്യുന്ന ഒരു നേതാവല്ലേ?
ജനങ്ങളോടൊപ്പമാണ് അയാൾ. സർവ്വ സന്നാഹങ്ങളും സർവ്വ കേന്ദ്ര അന്വേഷണ ഏജൻസികളും സർവ്വ സംവിധാനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന ഈ കേന്ദ്ര സർക്കാരിന് രാഹുൽ ഗാന്ധി പറഞ്ഞത് കള്ളമാണ് എന്ന് തെളിയിക്കാൻ ഒരു നിമിഷം പോരെ? ഡിജിറ്റൽ ഇന്ത്യയിൽ ഈ ഡിജിറ്റൽ രേഖകൾ മനുഷ്യരുടെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കണമെന്നേ. എന്തിനാ ഇത് പൊതിഞ്ഞു പിടിച്ചു വയ്ക്കുന്നത്? അവിടെയാണ് പ്രശ്നം. ഈ രേഖകൾ പൊതിഞ്ഞു പിടിക്കാതെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വിടണം. അതുകൊണ്ടാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ട് കൊള്ളക്കാർക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുന്നത് ഉത്തരവാദിത്വ ബോധത്തോടെയാണ്. ഇത്രയധികം രാഷ്ട്രീയ ആരോപണം രാജ്യത്തെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ വന്നിട്ട് പോലും അദ്ദേഹം പത്രക്കാർക്ക് കുറിപ്പെഴുതി കളിച്ചുകൊണ്ടിരിക്കുക. അതാണോ അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയല്ല. ജ്ഞാനേഷ് കുമാർ ചിലപ്പോൾ സംഘപരിവാർ അനുകൂലിയായിരിക്കാം, BJP അനുകൂലി പലതുമായിരിക്കാം. പക്ഷെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരം പറയുന്നില്ലേ? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ അൺആൻസേർഡ് ആയിട്ട് നിൽക്കുന്നത്? പകരം പൊടിപ്പും തെങ്ങലും വെച്ച് അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ഒക്കെ പത്രക്കാർക്ക് എഴുതി കൊടുക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചെയ്യേണ്ടത്? പകരം രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഡാറ്റകൾ പുറത്തുവിട്ട് രാഹുൽ ഗാന്ധിയോട് അത് പരിശോധിക്കാൻ പറയണം. ഡിജിറ്റൽ രേഖ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പരിശോധിക്കാമല്ലോ. അതല്ലേ ചെയ്യേണ്ടത്? അതിന് പകരം രാഹുൽ ഗാന്ധി പറഞ്ഞതിലെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് ഇവിടെ നമ്മളൊക്കെ പോളിംഗ് ബൂത്തിൽ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്ന ആളുകളാണ്. എങ്ങനെയാണ് ഒരു വോട്ടർ പട്ടികയിൽ ആളുടെ പേര് ചേർക്കുന്നതിനേക്കാൾ പ്രയാസമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളുടെ പേര് ഒഴിവാക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 38 സെക്കൻഡിനുള്ളിൽ 2 പേരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് നടക്കുന്നത്. വെളുപ്പിന് 4 മണിക്ക് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഇടപെടട്ടെ, തടസ്സപ്പെടുത്തുകയല്ല. ഇപ്പോൾ ശ്രീ ടിക്കാറാം മീണ നമ്മുടെ മുൻ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ഇലക്ടർ ഓഫീസർ നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. അദ്ദേഹത്തിന്റെ സാങ്കേതിക പ്രശ്നം കാരണം അദ്ദേഹത്തിന് ലൈവിൽ നമ്മളോടൊപ്പം തുടരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ ടിക്കാറാം മീണ സർ, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? Can you hear me? Yes, I can. സർ, ഈ രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ? താങ്കൾ ഇങ്ങനൊരു കൃത്രിമത്വം അതിനകത്ത് നടത്താൻ കഴിയും വോട്ടർ പട്ടികയിൽ നിന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? Well, I'm not going into the technicalities of the whole thing, but what is happening in the country today is that Election Commission is on the defensive side, and there is a total trust of deficit, because when Rahul Gandhi is raising this doubts and questions and questioning the Election Commission's process and deletion and inclusion process, the Election Commission should take it in a positive way rather than becoming defensive and threatening him to file the affidavit. That is not the way Election Commission should function. And the problem is that instead of creating fear, we should win the confidence of the opposition and the people of the country. And Election Commission should act in such a manner that it is not only acting fair, but it should appear to be fair also. And the perception of the Election Commission is, now that it is perhaps siding with the political party who is ruling the country. With this kind of perception is not good for the Election Commission. Secondly, there is a question of credibility also. When somebody is sitting in that important constitutional chair, we need a person like T.N. Sesson who acted fearlessly, and the whole country had a tremendous trust in him. Now, while Gyanesh Kumar is my good friend, he is my batchmate also, and he has been a very brilliant officer. And now, since he's put in a very important position, and he's capable of, doing a good job, but the current controversy is very unfortunate. And when Rahul Gandhi is raising the question, he should invite them. He should win the confidence of the opposition parties and the people, and make it very, very, very transparent process, because this kind of doubts and this kind of misconceptions and this kind of communication gap between the main opposition party and the Election Commission is not good for democracy. So I must say that rather than citing the electoral rules and forms, etc., the question here is that rather than deleting the name, the approach should be inclusion, because the Election Commission's slogan itself is no voter should be left out.
So we should try our best to include the people rather than deleting on very, very, flimsy grounds and very, very vague grounds. And we should give full opportunity. We should give ample opportunity to the voters so that they are included in the voters list. And Election Commission has a very good program called Sweep, which is meant to create a electoral literacy among the people and the political parties about the whole process. Because this software which is Election Commission is running, nobody knows about its process. It's very difficult to understand it. God only knows what kind of software it is. Because when I was chief electoral officer in the state, I also had tremendous difficulties because this software has a inbuilt, weaknesses, and only people who are conversant with the IT and technology, etc., they can understand. Our administrative officers, everybody, particularly BLOs, some of the BLOs may not be very, very conversant, very, this software savvy. So they commit a lot of mistakes. So this sweep program should be made much more, wider, and political parties should participate in that. And the other thing is that when the draft electoral rolls are prepared, political parties are given the opportunities. In fact, I must admit that it's not that the Election Commission is not giving the opportunities to the political parties. They should file the objections at that time, objections and claims. Because at that time, they sometimes keep quiet, and this 1 month time which is given to the political parties, they don't avail these opportunities to exercise their right, which Election Commission and election rules gives them that opportunity. So ultimately and finally, I will say that Election Commission should, come clean, and they should win the confidence of the political parties. This kind of atmosphere, having tremendous, distrust, and the credibility of the Election Commission is very, very low, and they should not appear as if they are working as an agent for the, ruling party. They should, Gyanesh Kumar should act like TN Session. What is the fear? It's a constitutional authority. He can be removed only through the impeachment. Why should we have a fear of any ruling political parties? That is what the people of this country expect from an election commission. That is what I would say. Thank sir, two questions. One, you were telling us that it was not fair from the part of the Election Commission it was not fair in its response to Rahul Gandhi's criticism. So how should have been? So what's your suggestion? How should the Election Commission should have been behaved? Is it like conducting a free inquiry on all these allegations? Is that the way you are expecting? Absolutely. Election Commission should not be defensive and reject it in the first place. They should invite the main opposition party, win their confidence, talk to them rather than saying that you file the affidavit, otherwise we'll take action against you and somebody else. That is not the good approach, Election Commission should conduct a fair inquiry into all the allegations. And if the allegations are checked, the concerned officers, BLOs, electoral registration officer, etc., they should be suspended. Okay, coming to this particular issue which Rahul Gandhi has raised today about this, the constituency, Aland constituency in Karnataka. So, you said you are setting aside all these technicalities, but this is also a technical issue, sir, because the Election Commission was telling us that, there is a Form 7 and there is a process that is being followed in the case of deletion or inclusion of a voter. That includes the hearing from the voter sides also. So, how can you see? Is that the process? Do you think that it is possible to have such kind of discrepancies in such matters? Do you think that can be happen? See, you cannot person's name from a voter list unless and until the BLO, the notice is given to the concerned person. He should be heard. He should be given ample opportunities to be heard. And only after that, if he is not a genuine voter and if he is not an ordinarily resident of that area, because the deletion happens on 3 grounds. Either persons are dead, some persons shift their constituency, and some person there are duplications also. Your name may be at 2-3 places.
So this intensive summary revision also should not be selectively used. There should be a, there should be a fair approach. You apply it in Bihar, you don't apply in Karnataka, you don't apply in UP. It should be fair. It cannot be a selective approach of the election commission. It should be a uniform approach, and deletion is a very, very negative thing. And because every citizen, every voter has a fundamental right to vote, and his name cannot be deleted unless and until he is given full opportunities, ample opportunities. And if his name is deleted unfairly, then there should be action against the officials. Tikaram Meena sir, do you believe that all these issues that has been raised by Rahul Gandhi these days has put election commission in a state of suspicion, in the shadow of suspicion? That is what I said. That the election commission is failing in its approach, basically. Process may be good, but the approach of the election commission towards the main opposition party is not appreciable. In fact, they should invite, they should take them into confidence, they should take all the measures so that all the political parties, particularly the opposition parties, because without opposition, what is democracy? It's a dictatorship otherwise. You dance at the tune of the ruling political party, and you are sitting in a very important position. That is not expected from the constitutional authorities. So they should introspect, and they should take correct measures so that the people's confidence in election commission is reposed. Tikaram Meena sir, being a person who has managed elections in Kerala, why didn't you be convinced about the explanations given by the election commission on this particular issue in Karnataka? Election commission is giving the technical explanation that may be good, that may be fair, that may be true. What I'm saying is about the approach, about the perception, about the manner in which the election commission is behaving. It's threatening the main opposition leader and saying all. Everyday election commission should not come in the press and give statements against the opposition leader. They should invite them. They should give a very such a statement that it creates a confidence among the people. Or you should act also in such a manner that you cannot be selective. You leave the ruling party people, whatever offense they commit, and you book the opposition party people only. Why? It should not happen. Our role model is TN Session. Behave like that if you are a true election commissioner. Tikaram Meena sir, shall I ask you one question in a lighter mode? Shall I be sure of the fact that you have spoken this much as the former chief electoral officer and not as a person who is now close with Congress? No, I'm not close with the Congress. I'm saying that the way I behaved there as a chief electoral officer, I was, treating all the political parties on equal footing. I invoked the rules and regulations against even the chief minister when I was CEO. Against the opposition leader of the BJP at that time, the president of the BJP party, and the secretary of the CPM also. Because when you break the rules should not be used selectively. Okay, and do you subscribe to Rahul Gandhi's criticism that Mr. Ganesh Kumar CEC is protecting vote chores? That is the allegation, and he may be, having his opinion and perception. I don't have any evidence and, documentary evidence with me or any other, anything on the basis of which I can, subscribe or affirm this kind of statement. But maybe Rahul Gandhi is a very responsible opposition leader. He might have done a lot of research, and based on his experience, he might have made these allegations. Okay. Thank you very much, Tikaram Meena sir, for being with us. Okay. Thank you. Thank you very much.
ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. മുൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണയാണ് നമ്മളോട് സംസാരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശുദ്ധി തെളിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആരെയും ഭയന്ന് പ്രവർത്തിക്കേണ്ട ആളല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇക്കാര്യത്തിൽ TN ശേഷനെ മാതൃകയാക്കണം. സാങ്കേതികത്വത്തിന്റെ പേരിൽ ഇത്തരം ആരോപണങ്ങളെ തള്ളിക്കളയുന്നതിന് പകരം മതിയായ അന്വേഷണത്തിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായി നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് എന്നാണ് മുൻ ഇലക്ടറൽ ഓഫീസർ കൂടിയായ ടിക്കാറാം മീണ നമ്മളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആൾ എന്ന നിലയിലല്ല തൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പറഞ്ഞത്. മുൻപ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് മേൽനോട്ടം വഹിച്ച വ്യക്തി എന്ന നിലയിലുള്ള അഭിപ്രായമാണ് താൻ പറഞ്ഞത് എന്നുകൂടി ശ്രീ ടിക്കാറാം മീണ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ശ്രീ ശ്രീജിത്ത് പണിക്കർ, TN ശേഷൻ എന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. അദ്ദേഹത്തെ മാതൃകയാക്കുകയാണ് ജ്ഞാനേഷ് കുമാർ ചെയ്യേണ്ടത്. ആരോപണങ്ങൾ ഉയരുമ്പോൾ തെളിവുകൾ കൊണ്ടുവരാൻ പറയുകയല്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാണെന്ന് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. എന്തിനു പേടിക്കുന്നു, ആരെ പേടിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ശരിയല്ലേ? അല്ല, ആ ചോദ്യം ശരിയാണ്. പക്ഷേ ആ ചോദ്യം ചോദിക്കേണ്ടുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഒന്ന്, ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ആ ആരോപണം ഉന്നയിക്കുന്നയാൾ അക്കൗണ്ടബിൾ ആവുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത്. അപ്പോൾ അത് രേഖാമൂലമുള്ള ഒരു പരാതിയല്ല. അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ആ സമയത്ത് ഒരു പത്രസമ്മേളനം വിളിച്ച് ജ്ഞാനേഷ് കുമാർ അതിന് മറുപടി പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹം തെളിവ് ചോദിക്കുന്നതോ അല്ലെങ്കിൽ ഫോർമലായിട്ട് പരാതി കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നതോ ഈ നാട്ടിലെ നിയമം അതായതുകൊണ്ടാണ്. ഈ നിയമം ജ്ഞാനേഷ് കുമാർ ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ ജ്ഞാനേഷ് കുമാറിന് വേണ്ടിയിട്ട് BJP സർക്കാർ ഉണ്ടാക്കി കൊടുത്തതല്ല. മറിച്ച് അത് ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമമാണ്. എന്തിനാണ് നിയമം? ഇപ്പോൾ ശ്രീ ടിക്കാറാം മീണ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് പ്രവർത്തിച്ചയാളാണ്. അദ്ദേഹം പ്രവർത്തിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഫെയർ ഷെയർ ഓഫ് കോൺട്രവേഴ്സീസ് ഇല്ല എന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു സുപ്രീം കോടതിയുടെ വിധിയെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയാക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള നിയമതടസ്സവും ഇല്ല എന്നിരിക്കെ BJPയും കോൺഗ്രസും ശബരിമല വിഷയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അന്ന് 2019 ഉയർത്തിയിരുന്ന സമയത്ത് അത് വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ഇദ്ദേഹം. അപ്പോൾ അന്ന് അദ്ദേഹത്തിനെ വിമർശിച്ച കോൺഗ്രസ്സുകാരുമുണ്ട്, BJPക്കാരുണ്ട്. അദ്ദേഹത്തിനെതിരെ പരാതികൾ പോയിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിൽപ്പെടുന്ന വിഷയമായിരുന്നു. മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ ശബരിമല വിഷയം ചർച്ച ചെയ്യരുതെന്നുണ്ടോ? ശബരിമലയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം ചർച്ച ചെയ്യരുതെന്നുണ്ടോ? ബാബറി മസ്ജിദ് വിഷയം ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ശബരിമല വിഷയവും ആ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതാണ്, അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായതാണ്. പക്ഷേ ആ സമയത്ത് ടിക്കാറാം മീണയ്ക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പബ്ലിക് പെർസെപ്ഷനെ പറ്റിയൊക്കെ ഇപ്പം അദ്ദേഹം പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അത് നോക്കുമ്പോൾ ചിരിയാവുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പബ്ലിക് പെർസെപ്ഷൻ എന്തായിരുന്നു? അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തുള്ള പബ്ലിക് പെർസെപ്ഷൻ എന്തായിരുന്നു? സ്വന്തം ചിത്രം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പല സർക്കുലറുകളിലും വെച്ചതിൻ്റെ പേരിൽ എത്രത്തോളം അപഹാസ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അന്ന് എന്നുള്ളത് ശ്രീ ഗോപികൃഷ്ണൻ ഓർക്കുന്നുണ്ടാകും. കാരണം താങ്കൾക്ക് സുദീർഘമായിട്ടുള്ള മാധ്യമരംഗത്തെ പരിചയമുള്ളയാളാണ്. നോക്കൂ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ അക്കൗണ്ടബിൾ ആവുക എന്ന് പറയുമ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഏകപക്ഷീയമാവാൻ പാടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശ്രീ ജിൻഡോ അല്പം മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് അക്കൗണ്ടബിൾ ആണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നോക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഈ 5994 വോട്ടുകളും ആ വോട്ടർമാരുടെ കാര്യവും അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ഫോം 7 സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ മുഴുവൻ ജാതകം, അവരുടെ സകല ഭൂമിശാസ്ത്രവും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് അവർ ഔദ്യോഗികമായിട്ട് അക്കൗണ്ടബിളായിട്ടല്ലേ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഗോപികൃഷ്ണൻ വായിച്ച് നോക്കിയില്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ റിക്വസ്റ്റഡ് ഇൻഫർമേഷൻ എല്ലാം കൊടുത്തതിന് ശേഷം തെരഞ്ഞെടുപ്പ് ഓഫീസർ, അവിടുത്തെ ടിക്കാറാം മീണയുടെ പദവിയിൽ കർണാടകയിലുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അവിടുത്തെ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുമായിട്ടും സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സുമായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ പ്രോഗ്രസ് അന്വേഷണത്തിൻ്റെത് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ടെന്നാണ്. എന്ന് വെച്ചാൽ അത് അക്കൗണ്ടബിലിറ്റി ആണോ കാണിക്കുന്നത് അതോ ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണോ? അതിൻ്റെ അടുത്തത് നോക്കൂ, CEO കർണാടക ഹാസ് ഓൾറെഡി ബീൻ പ്രൊവൈഡിങ് എനി അതർ അസിസ്റ്റൻസ് ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റ്സ് ടു ദി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇതിനി ഇല്ല എന്ന് പറയേണ്ടത് ആരാണ്? ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ കർണാടക സർക്കാർ പറയണം, പോലീസ് അവരുടെയാണല്ലോ. അവർ പറയണം, ദാ നോക്കൂ, ഇങ്ങനെ ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. അപ്പോഴല്ലേ അക്കൗണ്ടബിലിറ്റി. ഇതിനപ്പുറത്തേക്ക് എന്ത് അക്കൗണ്ടബിലിറ്റി എവിടെ ഉണ്ടാവുക? ഒരു ചോദ്യം. 2, ശ്രീ ജിൻഡോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നോക്കൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം അക്കൗണ്ടബിലിറ്റി ആണോ കാണിക്കുന്നത് നോക്കൂ. രാഹുൽ ഗാന്ധി വന്ന ആരോപണം പറയുന്നു, വേണമെങ്കിൽ എൻ്റെ പേരിൽ കേസ് എടുക്കുമെന്ന്. അതായത് അദ്ദേഹം വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണം എന്നാണ് പറയുന്നത്. അതെന്ത് അക്കൗണ്ടബിലിറ്റിയാണ്? ഞാൻ എന്തും പറയും, എൻ്റെ നേതാവ് എന്തും പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ കേസ് എടുക്കൂ എന്നാണ് പറയുന്നത്. അതല്ലല്ലോ വേണ്ടത്. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്താണ്? ഞാൻ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ കേസെടുക്കൂ എന്ന് പറയുന്നതല്ല. മറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതാണ് എന്നതുമായി ബന്ധപ്പെട്ട തെളിവാണ്. ഞാൻ പറഞ്ഞ 5994 പേർക്കും വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള 24 റിക്വസ്റ്റുകളാണ് പ്രോസസ്സ് ചെയ്തത് എന്നും ആധികാരികമായി പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ്. ഇനി അതിന് മുകളിലേക്ക് രാഹുൽ ഗാന്ധി പറയണമെങ്കിൽ രാഹുൽ ഗാന്ധി തെളിവ് സമർപ്പിക്കണം. രാഹുൽ ഗാന്ധി ഇന്ന് പല ആൾക്കാരുടെയും പേര് പറഞ്ഞല്ലോ.
ആ ആൾക്കാരുടെ എല്ലാം പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള അവരുടെ ഫോട്ടോ സഹിതമുള്ളതിൻ്റെ ഫോട്ടോഗ്രാഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഗോപികൃഷ്ണൻ അയച്ചു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം പേര് അതിനകത്തിലുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി 24 പേരൊഴികെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതെന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൻ്റെ മെറിറ്റ്, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്താണ് എന്നുള്ളത് കോൺഗ്രസ് പറയണം. അടുത്തത് ശ്രീ ജിൻഡോ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതിൻ്റെ ഡിജിറ്റലായിട്ടുള്ള ഡോക്യുമെൻ്റാണ് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ചോദിച്ചത്, പക്ഷേ അദ്ദേഹത്തിന് അത് കൊടുത്തില്ല എന്ന്. അദ്ദേഹം പറഞ്ഞത് തെറ്റല്ലേ? ശ്രീ ഗോപികൃഷ്ണൻ തിരുത്തുമെന്നാണ് ഞാൻ കരുതിയത്. അദ്ദേഹം പറഞ്ഞത് തെറ്റല്ലേ? രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നത് ഡിജിറ്റൽ കോപ്പിയാണോ ചോദിച്ചത്? രാഹുൽ ഗാന്ധി ചോദിച്ചത് സെർച്ചബിൾ PDF ആണ്. ശ്രീ ജിൻഡോ, എന്താ സെർച്ചബിൾ PDF? മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് തരണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ PDF തരണമെന്നല്ല. PDF ആർക്കും കിട്ടും, താങ്കൾക്ക് ഡൗൺലോഡ് ചെയ്യാം, എനിക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അപ്രൂവൽ ഒന്നും വേണ്ട. പക്ഷേ മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള സെർച്ചബിൾ PDF വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതെന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്? സുപ്രീം കോർട്ട് അതിനെ ബാൻ ചെയ്യുന്നുണ്ട്. 2019 കമൽനാഥ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വേണമെങ്കിൽ ഞാനൊന്ന് വായിക്കാം. അതിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മെഷീൻ റീഡബിൾ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരാളിൻ്റെ അധികാരമല്ല, കമൽനാഥിന് ഇത് ചോദിക്കാൻ കഴിയില്ല. ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് മാത്രമേ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ, അത് മാത്രമേ ഒരാൾ റിക്വസ്റ്റ് ചെയ്താൽ കൊടുക്കാൻ പാടുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ജിൻഡോയ്ക്കുള്ള മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. താങ്കൾ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾക്ക് ജിൻഡോ. തീർച്ചയായും. അല്ല ഗോപി, ഞാൻ ചോദിക്കുന്നത് ഇവിടെ രാഹുൽ ഗാന്ധി എന്തും പറയും, അത് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത രാഹുൽ ഗാന്ധി അതുകൊണ്ട് എന്തും പറയും, കേസെടുത്തോ എന്ന് വെറുതെ വെല്ലുവിളിക്കുകയാണ് എന്നാണ്. ഇത് ഞാനല്ല ശ്രീജിത്തെ പറഞ്ഞ ആദ്യം, ഇന്ത്യയിലെ മറ്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾ അഫിഡവിറ്റ് തരണം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുമെന്ന്. ഇത്രയും ദിവസമായിട്ട് ആക്ഷൻ എടുക്കാത്തത് എന്താ? അതുകൊണ്ടല്ലേ പൂർണ്ണ ബോധ്യത്തോടെ കോൺഗ്രസ് ഈ കാര്യത്തിൽ വെല്ലുവിളിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുന്നത്. എന്താ ആക്ഷൻ എടുത്തത്? എന്താ ആക്ഷൻ എടുക്കാൻ മടിക്കുന്നത്? അതിന് കാരണം ഈ രാജ്യത്തെ ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടിയിട്ട് ഇതിൽ കൃത്രിമം കാണിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ള സംശയത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. ഇനി ഈ രാജ്യത്തെ സാധാരണക്കാർക്ക്, വോട്ടർ പട്ടികയിലുള്ള സാധാരണക്കാർ, അവർ പല തലങ്ങളിലുള്ള മനുഷ്യരുണ്ട്, അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി കയറി ഇറങ്ങേണ്ട സാഹചര്യമുണ്ട്, അവർ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ വോട്ട് ചേർക്കുന്നതിനേക്കാൾ പ്രയാസമായിട്ടുള്ളൊരു സാഹചര്യമാണ് വോട്ട് വെട്ടിമാറ്റാൻ. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്? ഇവിടെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നു, വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കുന്നു, ഇലക്ഷൻ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടക്കുന്നു. ഇങ്ങനെ സർവ്വവ്യാപിയായിട്ട് ഇലക്ഷൻ സംവിധാനത്തിൽ മൊത്തത്തിൽ ആക്ഷേപങ്ങൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക കൊടുത്താൽ എന്താ? ഇനി സുപ്രീം കോടതി വിധി ഉണ്ടെന്നാണ് താങ്കൾ പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കട്ടെ ശ്രീജിത്തെ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് പല ഭരണഘടനാ സ്ഥാപനങ്ങളെക്കാൾ ശക്തമായിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ആകെയുള്ള അടിസ്ഥാന വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ സുതാര്യമാണ് എന്നുള്ളതാണ്. അതുപോലെ ഇന്ന് തകർക്കപ്പെട്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ തന്നെ സുതാര്യതയും വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക അത് പൊതുജനങ്ങൾക്ക് കണ്ടാൽ എന്താ പ്രശ്നം? എന്തുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്? സാർ, കമൽനാഥ് എന്താ അപ്പീൽ ഒരു സെക്കൻഡ് ഒന്ന് ചോദിച്ചോട്ടെ. കമൽനാഥ് കോൺഗ്രസ് നേതാവല്ലേ? കമൽനാഥ് എന്താ സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്യാൻ? ഞാനൊന്ന് പൂർത്തിയാക്കിയോട്ടെ. കമൽനാഥ് എന്താ സുപ്രീം കോടതിയിൽ? ശ്രീജിത്തിനെ പോലെ തന്നെ ഈ രാജ്യത്ത് അതിന് മറുപടി പറയണേ, എന്നോട് ചോദിച്ചല്ലേ? അല്ല ശ്രീജിത്ത്, ഞാൻ പറയട്ടെ, താങ്കൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കേട്ടിരുന്ന പോലെ താങ്കൾ കേട്ടിരിക്കാൻ ഒരു സഹിഷ്ണുത കാണിക്കൂ. താങ്കൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കാണിക്കുന്ന പോലെ തിരക്ക് കൂട്ടല്ലേ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാനും താങ്കളെപ്പോലെ ഒരു പൗരനാണ്. എനിക്ക് ഞാൻ കൊടുക്കുന്ന കരത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ അവർക്ക് വിശ്വാസ്യതയുണ്ടോ എന്ന് ബോധ്യപ്പെടേണ്ട പ്രധാനമായിട്ടുള്ളൊരു കാര്യം എൻ്റെയും കൂടിയല്ലേ. ഇവിടുത്തെ വിശ്വാസ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ശ്രീജിത്തെ, ഒന്ന് ഞാൻ പറയട്ടെ, താങ്കൾ അങ്ങനെ അസ്വസ്ഥപ്പെടല്ലേ. ഈ വിശ്വാസ്യത ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വിശ്വാസ്യത നമ്മൾക്ക് ബോധ്യപ്പെടുകൂടി ചെയ്യേണ്ട ഗോപി. ഇത് വിശ്വാസ്യത ശ്രീജിത്തിനും എനിക്കും ഒക്കെ ഒരുപോലെ തന്നെ അവകാശപ്പെട്ടതാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വിശ്വാസ്യത നമുക്ക് എല്ലാവർക്കും തുല്യമായിട്ട് അവകാശപ്പെട്ടതാണ്. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, വോട്ടർ പട്ടികയെക്കുറിച്ച് ചോദിക്കുമ്പോൾ, നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആർക്കും കാണാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പറയാൻ പോലും പറ്റാത്ത ഗതികേടിലേക്ക് ഈ രാജ്യം പോകുന്ന പോലെയാണ് ഇവിടുത്തെ വോട്ടർ പട്ടികയും. ഇവിടെ ABCD അച്ഛന്മാർക്കുണ്ടായ മക്കൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതാണോ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ സംശയത്തിന് ഉത്തരം നൽകേണ്ടത് ഈ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അദ്ദേഹം അതിന് പകരം രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ പത്രസമ്മേളനം
പച്ചവെള്ളം വിളിക്കുകയും പ്രസ് നോട്ട് എഴുതി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. പകരം ഉത്തരവാദിത്തത്തോടെ ഇതിന് ഫാക്ട് വെച്ചിട്ട് മറുപടി പറയണം. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം. അതിന് പകരം സംഘപരിവാറിന്റെ ഏറാൻ മൂളിയായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെന്ന് ശ്രീജിത്ത് പറയുന്നു. രാഹുൽ ഗാന്ധിക്ക് ശമ്പളം കൊടുക്കുന്നതിന്റെ ബോധ്യം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യം മോഷ്ടിക്കപ്പെട്ടത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തെരുവിലാണ് നിരന്തരം സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP-യുടെ നേതാക്കന്മാർ കുറെ ആക്ഷേപം സമാനമായി പറഞ്ഞല്ലോ. അവരാരും സമരം ചെയ്യുന്നില്ലല്ലോ. അവർക്കെതിരെ ഒരു ആക്ഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്നില്ലല്ലോ. അവർക്ക് ആർക്കും ഈ ആക്ഷേപത്തിൽ തുടരാനും പറ്റുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഇവിടെ സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ കള്ള വോട്ടിനെ കുറിച്ചിട്ട്, സ്വന്തക്കാരുടെ മക്കളുടെയും ബന്ധുക്കളുടെ ഒക്കെ ഇരട്ട വോട്ടിനെ കുറിച്ച് ആക്ഷേപം വന്നല്ലോ. അക്കാര്യത്തിലെങ്കിലും പെട്ടെന്ന് ഒരു മറുപടി, കാരണം ഒരു അര മിനിറ്റിന്റെ സമയമേ ഉള്ളൂ. ശ്രീജിത്ത്, പെട്ടെന്ന് മറുപടി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ധാരാളം നോക്കൂ. തീർച്ചയായിട്ടും, അതായത് ശ്രീ ജിൻഡോ ജോണിന് നിയമപരിജ്ഞാനം ഇല്ല എങ്കിൽ അത് കോൺഗ്രസിലെ തന്നെ നല്ലൊരു വക്കീലിനെ കണ്ട് ചോദിച്ചു നോക്കണം. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഓവർറൈഡ് ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുമോ? കമൽനാഥാണ് പറഞ്ഞത് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള സെർച്ചബിൾ PDF എനിക്ക് ലഭ്യമാക്കണം എന്ന്. അപ്പോൾ അന്ന് പറഞ്ഞത് AK സിക്രിയും അശോക് ഭൂഷണും അടങ്ങിയിരിക്കുന്ന സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചാണ്. ആ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് അത് ലഭ്യമാക്കാൻ കഴിയില്ല, മാസ് മാനിപ്പുലേഷൻ അത് കാരണമാകും എന്നാണ്. ഇതറിഞ്ഞിട്ടും ശ്രീ ജിൻഡോ ജോൺ ഇവിടെ വന്നിരുന്ന് പറയുന്നത് എന്താണ്? അത് കൊടുത്താൽ എന്താന്ന്? അതായത് സുപ്രീം കോടതിയുടെ ഓർഡറിനെ മറികടന്നുകൊണ്ട് കൊടുത്താൽ എന്താന്ന്? ഇതാണ് രാഹുൽ ഗാന്ധിയുടെയും വിജ്ഞാനം. ഇതാണ് പ്രശ്നം. ഏതായാലും ശ്രീജിത്ത്, ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഈ കർണാടകത്തിലെ കാര്യത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം കൊണ്ട് മതിയാകുമോ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി വോട്ടർമാരെ ഒഴിവാക്കലും ചേർക്കലും നടന്നിട്ടുണ്ട് എന്ന് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കുള്ള മറുപടിയായി എന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് രാജ്യത്തിന് തന്നെ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമായി അവശേഷിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.